ഹലോ അർവീസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു പനിയാണ്, അതുകൊണ്ടാണ് വോയിസൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ കുറേയൊക്കെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നുണ്ടെന്ന് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റോറിലോട്ട് പോവാം. അവർ 3 പേരും കൂടി ശബ്ദം കേട്ട അടുത്തേക്ക് പോയി. അത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നായിരുന്നു. അവിടെ കുറേ സീനിയേഴ്സ് അടികൂടുകയായിരുന്നു. അവിടെ എന്താ സംഭവം? വാ പോയി നോക്കാം. എന്താ അടിയായ ചേട്ടന്മാരല്ലേ ഡെസ? അതെ ടെസ, ഞാൻ നിന്നോടായി സംസാരിക്കുന്നേ. അവളെ വേറെ ഏതോ ലോകത്ത് അത് നടത്തുന്നുണ്ടോ രണ്ടുപേരും? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെന്താ ഞങ്ങള് പറഞ്ഞതൊന്നും കേൾക്കാതെ? അല്ല, നീ ആരെയായി നോക്കുന്നേ? അതെ, ആ ചേട്ടനെ ഞാൻ ഇന്നലെ ലൈബ്രറിയിൽ വെച്ച് കണ്ടത്. സോ ഹാൻസം. അതെ, നല്ല ഹാൻസം ആയിട്ടുണ്ട്. ഹലോ, നിങ്ങൾ ആ ചെറുക്കന്മാരെ പറ്റിയാണോ സംസാരിക്കുന്നത്? അതെ ചേട്ടാ, ചേട്ടൻ അറിയോ? ചേട്ടൻ അവരാരെന്നറിയോ? അതെ, അറിയാം. ആരെന്നൊന്ന് പറഞ്ഞു തരൂ. ഞാൻ റോഷൻ, ഫസ്റ്റ് തേർഡ് ഇയർ BBA. ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് സയാൻ ഫിലിപ്പ്, ഈ കോളേജിലെ പ്ലേ ബോയ്യാ. പിന്നെ ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ക്രിസ്റ്റി ജോൺ, ഡീസൻ്റ് ആണ് ആള്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആരം, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് ആദിത്യ വർമ്മ. ആരവിനെ പറ്റി പറയാനാണെങ്കിൽ ആരവ് അധികം ആരോടും മിണ്ടാറില്ല. ഗേൾസിനാണെങ്കിൽ തീരെ അടുക്കത്തില്ല. അതുകൊണ്ട് ഈ കോളേജിൽ മൊത്തം ഗേൾസ് അവൻ്റെ പിന്നാലെയാണ്. പിന്നെ നമ്മൾ ആദി ഈ കോളേജിൻ്റെ ഓണറുടെ മോനാണ്. എന്റെ ദൈവങ്ങളെ, ഇതെന്തുവാ? അതെ, ഇതെന്തോ കൊള്ളസംഖ്യ. അല്ല, മാഫിയ ഗ്യാങ്. അങ്ങനെ അവർ 3 പേരും റോഷൻ പറഞ്ഞതെല്ലാം കൂടെ കേട്ട് ഒരുമാതിരി നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. അവർ 3 പേരും അവരെക്കുറിച്ച് കേട്ടത് മൊത്തം ഞെട്ടിയിരിക്കുവാണ്. ക്യാൻറ്റീനിലെത്തി അവർ 3 പേരും അവിടെ ഒരിടത്തിരുന്നു. നിങ്ങൾ എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്കൊരു സമൂസ, എനിക്കൊരു കോഫി മതി ദിയ. നീ ആ ചേട്ടൻ്റെ കാര്യത്തിൽ സീരിയസ് ആണോ? നിനക്ക് ശരിക്കും അയാളെ ഇഷ്ടമാണോ? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല. നീ പേടിക്കണ്ട, എന്തിനും ഞങ്ങൾ നിന്റെ കൂടെയാണ്. അതെ, മിഷൻ ആരവ്ദേവ് ഒഫീഷ്യലി സ്റ്റാർട്ട്. വാ വെള്ളരിച്ച് ക്ലാസ്സിൽ പോവാ. ഇൻട്രോൾ സമയമായപ്പോൾ അവർ 3 പേരും ഗ്രൗണ്ടിലൂടെ സംസാരിച്ച് നടക്കുകയാണ്. ദിയ, നീ ഇപ്പോഴും ഹോസ്റ്റലല്ലേ? ഞങ്ങളുടെ റൂമിലോട്ട് മാറ്. അതെ, ഞങ്ങളെ റൂമിൽ ഒരു റൂം കൂടെ വേക്കൻ്റ് ഉണ്ട്. ശരി, ഞാൻ അന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാൻ എന്തിരിക്കുന്നു? മര്യാദയ്ക്ക് ഞങ്ങളെ റൂമിലോട്ട് മാറ്. അതെ, വാ. പെട്ടെന്നാണ് ഡ്രസ്സ് അവിടെ കോറിഡോറിൽ നിൽക്കുന്ന ക്രിസ്റ്റിയെയും സയാനെയും ആരവിനെയും ആദ്യം കാണുന്നത്. അവൾ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ക്രിസ്റ്റിയുടെ കൈ പിടിച്ച് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നു. ഇതെല്ലാം കണ്ട് അവിടെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവിടെ എങ്ങോട്ടാ പോകുന്നത്? എവളും ക്രിസ്ത്യൻ ചേട്ടനുമായിട്ട് എന്താ ബന്ധം? ഇത് കണ്ട് ആദിയും സയാനും ആരവും മുഖത്തോട് നോക്കി നിൽക്കണം. ഇച്ചായ അത് എൻ്റെ ഫ്രണ്ട്സ് ദേവി. ഞാൻ അവരുടെ റൂമിലോട്ട് മാറിക്കോട്ടെ? എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് മടുത്തു. പ്ലീസ് ചായ. അവരുടെ റൂം എവിടെയാ? നീ പോയി നിൽക്കുന്നതൊക്കെ കൊള്ളാം. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അറിയാമല്ലോ നിനക്ക് കാര്യങ്ങളൊക്കെ.
പോയി നിന്നോ, കുഴപ്പമില്ല. താങ്ക്സ് ചായ. ചായ മുട്ടാണ്. ഐ ലവ് യു ചായ. ഓ മതി മതി, എല്ലാരും നോക്കുന്നു പെണ്ണെ. ആ പിന്നെ മിസ്റ്റർ ചായ, ഇവിടെ വലിയ സംഭവമാണെന്ന് കേട്ടല്ലോ താൻ. പോയടി നീ ഒന്ന്. അതും പറഞ്ഞ ടെസ് നേരെ ദിയയുടെ നിവയുടെ അടുത്തേക്ക് പോകുന്നു. ക്രിസ്റ്റി നേരെ സേയാന്റെയും ആരവിന്റെയും ആദിയുടെ അടുത്തേക്ക് പോകുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം നീയും ക്രിസ്റ്റി ചേട്ടനുമായിട്ട് എന്താ ബന്ധമെന്ന്. അതെ, ഇന്ന് ഇത് പറയാൻ നീ ഇവിടെ നിന്ന് പോവില്ല. അതൊക്കെ പറയാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഫസ്റ്റ് നമുക്ക് ഹോസ്റ്റലിൽ പോയി എൻ്റെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നീ പറയണം. അങ്ങനെ അവർ 3 പേരും കൂടി ഹോസ്റ്റലിലേക്ക് നടക്കുന്നു. നമുക്കൊന്ന് അപ്പാർട്ട്മെന്റിൽ പോയാലോ? സമയം ഒരുപാടായി. മോനെ ക്രിസ്റ്റി, ആ പെങ്കൊച്ച് ആരാന്ന് പറയാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇപ്പം അറിയണം അത് ഏത് പെങ്കൊച്ചാ നിന്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് നിന്നതെന്ന്. ഓ നിങ്ങൾ ഇങ്ങനെ ബഹളം വയ്ക്കല്ലേ, ഞാൻ പറയാം. അത് എൻ്റെ സിസ്റ്ററാണ്. അവള് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. സിസ്റ്ററോ? നീ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് നിനക്ക് ഇത്രയും സുന്ദരിയായിട്ടുള്ള പെങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല? കൊള്ളാം, നല്ല സുന്ദരിയായിട്ട് എനിക്കിഷ്ടായി. പൊന്നു മോനെ സയാന്, നീ എങ്ങാനും നിന്റെ കോഴിത്തരവും കൊണ്ട് എൻ്റെ പെങ്ങളടുത്ത് നടന്ന് മുണ്ട് പല്ലടിച്ച് ഞാൻ താഴെ ഇടും. പിന്നെ ഒരു പെണ്ണുങ്ങളും നിന്റെ ഈ മോന്തയിലോട്ട് നോക്കില്ല, കേട്ടോ? നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇതിനൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ പെങ്ങളെന്ന് വെച്ചാൽ എൻ്റെ പെങ്ങൾ, അതാ ഞാൻ പറഞ്ഞേ. കിട്ടിപ്പോലിച്ചല്ലോ, ഉണ്ടായിരിക്കും. നീ പറ ക്രിസ്റ്റി. എൻ്റെ അമ്മ ഒരാളെ സ്നേഹിച്ചിരുന്നു. അയാൾ ഞാൻ വയറ്റിലുണ്ടെന്നറിഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ വീക്ഷിച്ചു പോയി. വീട്ടുകാരും നാട്ടുകാരും ഒരേ കണക്കെൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തു. അങ്ങനെ എൻ്റെ അമ്മ വീട് നാട് ഉപേക്ഷിച്ച് ആരും അറിയാത്തൊരു നാട്ടിലേക്ക് പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അപ്പൂപ്പൻ എങ്ങനെയോ ഞങ്ങളെ കണ്ടുപിടിച്ച് അവിടെ എത്തി. അപ്പോൾ എനിക്ക് 3 വയസ്സായിരുന്നു. അപ്പൂപ്പൻ എൻ്റെ അമ്മയെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ചു. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മ കരയുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെയാണ് എന്നെ നോക്കിയിരുന്നത്. ജോൺ കുര്യൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാളുടെ ഭാര്യ 2 മാസം മുന്നേ പ്രസവത്തിനിടയിൽ മരിച്ചതാണ്. അത് കഴിഞ്ഞാണ് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയെ അയാൾ കല്യാണം കഴിക്കുന്നത്. എൻ്റെ അമ്മ ആ കുഞ്ഞിനെ സ്വന്തം മോളെ പോലെയാണ് വളർത്തിയത്. ഒരിക്കലും അവളോട് ദേഷ്യപ്പെട്ടിട്ടില്ല. അവളും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് അവളെ പെട്ടെന്ന് തന്നെ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ട് മാറി. അവളെ വേദനിക്കുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. ഞാൻ ഇതുവരെ അവളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതോ ഒന്ന് ചിരിച്ചുകൊണ്ട് നോക്കുന്നതോ കണ്ടിട്ടില്ല. അയാൾക്ക് അവളോട് ഒരുതരം വെറുപ്പായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം അയാളുടെ ബിസിനസ് ഓരോന്നായി തകരാൻ തുടങ്ങി. അയാളത് നിലനിർത്താനായി കുറേ കടം വാങ്ങിച്ചു. പക്ഷെ ഒന്നും അയാൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. കടം നിറയാൻ തുടങ്ങിയപ്പോൾ അയാൾ പതിയെ തകരാൻ തുടങ്ങി. അത് ലാസ്റ്റ് ഒരു ആത്മഹത്യയായി തീർന്നു. അയാൾ കടം വാങ്ങിച്ചവരെല്ലാവരും ഞങ്ങളെ വീട് കയറി ഇറങ്ങാൻ തുടങ്ങി. അമ്മ ലാസ്റ്റ് ആ വീട് വിൽക്കുകയും ഞങ്ങളെ കൊണ്ട് വേറെ സ്ഥലത്തേക്ക് മാറുകയും ചെയ്തു. എന്നിട്ടും അയാൾ വാങ്ങിച്ച കടം മുഴുവനായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ എല്ലാവരും ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് പണം വേണ്ടിയിരുന്നില്ല. അവർക്ക് വേണ്ടത് അവളെയായിരുന്നു. അമ്മ കുറേ പറഞ്ഞു നോക്കി, എങ്ങനെയും കടം വീട്ടാവുന്നു. പക്ഷെ അവർക്കതൊന്നും വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ അവളെ ഇവിടെ വിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ ആകുമ്പോൾ ഞാനും ഉണ്ടല്ലോ അവളെ നോക്കാൻ. നീ ഇതൊക്കെ എന്താ ക്രിസ്റ്റി ഞങ്ങളോട് പറയായിരുന്നത്? ഇതൊക്കെ നേരത്തെ ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നു. അതെ, ആ പാവം കുട്ടി കുറേ അനുഭവിച്ചു.
ഈ ചെറുപ്രായത്തിൽ തന്നെ അല്ലേ? നിങ്ങൾ വരുന്നില്ലേ? സംസാരിച്ചിരുന്ന് കുറേ സമയം പോയി. നമുക്ക് നേരത്തെ അപ്പാർട്ട്മെന്റിൽ എത്തണം ഇന്ന്.